ബ്ലെസ്സിങ്സ് എവറിവൺ. വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതൊരു തുടർമാനമായ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡാണ്. ബൈബിളിലെ അനേക ദൈവദാസന്മാരും ദൈവദാസിമാരും ദൈവത്തെ സേവിക്കാത്തവരും ദൈവത്തിനെതിരായി പ്രവർത്തിച്ചവരും എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പഠിക്കാൻ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ നാളുകൾ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടങ്ങിയിരിക്കുന്നത് 12 ശിഷ്യന്മാരെ കുറിച്ചാണ് യേശുവിൻ്റെ. അതിൽ പത്രോസിനെ കുറിച്ച് പറഞ്ഞു, യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, യാക്കോബിനെ കുറിച്ച് പറഞ്ഞു, ഫിലിപ്പോസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് മറ്റൊരു കർത്താവിൻ്റെ ശിഷ്യനെ കുറിച്ച് നമുക്ക് നോക്കാം. നഥാനിയേൽ അല്ലെങ്കിൽ ബർത്തൽമായി. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ തന്നെയാണ്. നഥാനിയേലിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ നമുക്ക് 45-ാമത്തെ വാക്യം മുതലാണ് കാണാൻ കഴിയുന്നത്. അവിടെ ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥാനിയേൽ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു സംശയത്തിന്റെ ഒരു ചോദ്യമാണ്. ഒരു കാര്യം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, സീക്ക് ദ ട്രൂത്ത് ഈവൻ ഇഫ് യു ഹാവ് സം ഡൗട്ട്സ്. നഥാനിയേൽ ചോദിക്കുന്നുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുവി. നഥാനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവൻ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥാനിയേൽ ആദ്യം ഒരു സംശയമാണ് ഉണ്ടെങ്കിലും ഫിലിപ്പോസ് പറഞ്ഞു, നീ വന്നൊന്ന് കാണും. നഥാനിയേൽ അതുപോലെ തന്നെ യേശുവിനെ ഒന്ന് ചെന്ന് കാണാനിടയായി. യേശു നഥാനിയേൽ വരുന്നത് കാണുമ്പോൾ തന്നെ യേശു പറയുന്ന ഒരു കാര്യമാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവൻ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് പല സംശയങ്ങളുണ്ടാകാം ജീവിതത്തിൽ. നമുക്ക് ആർക്കും ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, പച്ചയായ മനുഷ്യനായി തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ വാ. ഡോണ്ട് ബി ഹിപ്പോക്രറ്റിക്കൽ. പല ആൾക്കാരും പറയുന്ന കേൾക്കാറുണ്ട്, ഞാൻ പൂർണ്ണമായി, പല പെന്തക്കോസ്തുകാരാണ്, യേശുവിനെ അറിയാവുന്ന, വചനം അറിയാവുന്നവരാണ്, ഞാൻ പാപിയല്ല, ഞാൻ ഒരു പാപം ചെയ്യാത്തവനാണ്, ഞാൻ ഭയങ്കര വിശുദ്ധി ജീവിക്കുന്നവനാണ്, എന്നിൽ പാപമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം യോഹന്നാനിൽ തന്നെ പറയാം, ഇത് യോഹന്നാന്റെ സുവിശേഷമാണ്, യോഹന്നാന്റെ ലേഖനം എടുത്ത് നിങ്ങൾ വായിച്ചെന്ന് പറയും, എന്നിൽ പാപമില്ല എന്ന് പറയുന്ന കള്ളനാണെന്നാണ് വചനം പറയുന്നത്. ഒരു പച്ചയായ മനുഷ്യനെയാണ് കർത്താവിന് ദൈവത്തിന് ഇഷ്ടം. നിങ്ങൾ ഒരു സംശയം ദൈവത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ, ഒരു വിഷയത്തെക്കുറിച്ചുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് ഈ വിഷയത്തിൽ നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇതിന്റെ താഴോട്ട് ഞാൻ വായിക്കാം. നഥാനിയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു എന്ന് യേശു പറഞ്ഞു. ഫിലിപ്പോസ് വന്ന് നഥാനിയേലെ, നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് ഞാൻ നിന്നെ കണ്ടു. റെവലേഷനിലെ ഒരു വചനമാണെങ്കിൽ, ഉൾപ്പൂവിനെ അറിയുന്ന ദൈവം. ഒരു പൂവ് മുട്ട വിടർന്നു വന്നിട്ടില്ല, മുട്ട ആയിരിക്കുക, പക്ഷെ ദൈവത്തിന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം. അത് നമ്മുടെ ഹൃദയത്തോട് തന്നെ കാണിക്കുക. നമ്മുടെ ഹൃദയത്തിൽ എന്താണ്, നമ്മുടെ ഹൃദയത്തിൽ സംശയമുണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ടോ, ഇതെല്ലാം ദൈവത്തിന് അറിയാം. ദെയർ ഇസ് നോ വൺ പെർഫെക്റ്റ്. ഈവൻ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനല്ല. പക്ഷെ നമ്മൾ പെർഫെക്ഷൻ എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ പെർഫെക്ഷൻ നമ്മുടെ ആത്മാവിലാണ് വന്നിരിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലാണ് പെർഫെക്ഷൻ വരുന്നത്. ഇപ്പോഴും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും എല്ലാം കളങ്കങ്ങളില്ലേ? പക്ഷെ നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ, നമ്മൾ ഭയങ്കര വിശുദ്ധരാണ്. ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ അശുദ്ധിയോട് തന്നെ വരണമെന്ന് ഞാൻ പറയുന്നത്. കർത്താവ്, എനിക്ക് ഈ വിഷയത്തിൽ വിടുതൽ കിട്ടാനില്ല, എനിക്ക് ഈ വിഷയത്തിൽ ചില അഡിക്ഷൻസ് എനിക്കുണ്ട്. കർത്താവ്, എനിക്ക് ഇതിൽ നിന്ന് വിടുതൽ കിട്ടണം. കർത്താവ്, നിങ്ങൾ ആ ദൈവത്തിൽ നിന്ന് വിടുവിക്കാൻ മതിയായവനാണ്. കം ടു ഹിം വിത്ത് ആസ് എ ജെന്യുവിൻ ഹാർട്ട്. ഒരു ഹിപ്പോക്രറ്റിക്കൽ ആയിട്ടുള്ള മൈൻഡോടുകൂടിയല്ല. നഥാനിയേലിനെ കുറിച്ച് പറയുന്നത്, നീ കപടമില്ലാത്തവനാണ്, നിന്നിൽ കപടമില്ല. അവന് സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയാറുണ്ട്, ഡൗട്ട് ഈസ് നോട്ട് അൺബിലീഫ് ഇഫ് യു ആർ വില്ലിംഗ് ടു സീക്ക് ദ ട്രൂത്ത്. പലപ്പോഴും സംശയം ഉണ്ടായിരിക്കും, പക്ഷെ സത്യം അറിയാൻ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഗോഡ് നോസ് എവറിത്തിങ് ഇൻ അവർ ലൈഫ്. ഇവിടെ നഥാനിയേലിനെ കുറിച്ച് പറയുന്ന, ഫിലിപ്പോസ് വന്ന് നഥാനിയേലിനോട് യേശുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അത്തിയുടെ ചോട്ടിലിരിക്കുന്നത് നിന്നെ കണ്ടവനാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് മറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ?
മറ്റൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുക, ഗോഡ് നോസ് അവർ ഹാർട്ട്. നമ്മുടെ ക്യാരക്ടർ അറിയാം, നമ്മുടെ ഉൾപ്പൂവിനെ അറിയുന്ന ദൈവം നമ്മുടെ ഹാർട്ട് എന്താണെന്നറിയാം, നമ്മുടെ ചിന്തകൾ എന്താണെന്നറിയാം, നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് എന്തറിയാം, നമ്മളെന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് പോലും ദൈവത്തിന് അറിയാം. ഇങ്ങനെയൊരു വചനമുണ്ട്, പ്രോവേബ്സിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അകൃത്യം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഇപ്പം നിങ്ങളുടെ ഒരു പാപം ദൈവത്തിൽ നിന്ന് മറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് മറയ്ക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നത് അവന് ശുഭം വരികയില്ല. ഹി വിൽ നോട്ട് പ്രോസ്പർ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, എ സിൻസിയർ ആൻഡ് ഹോണസ്റ്റ് ഫെയ്ത്ത് മാറ്റേഴ്സ്. ദാനിയേലിന്റെ ഹൃദയം സിൻസിയർ ആയിരുന്നു. ആ സംശയം ഉള്ളപ്പോൾ തന്നെ ഹി വാസ് സോ സിൻസിയർ ആൻഡ് ഹോണസ്റ്റ്. ഇമ്മീഡിയറ്റ്ലി ഇതൊക്കെ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമ്മീഡിയറ്റ്ലി ഹി റെക്കഗ്നൈസ്ഡ് ക്രൈസ്റ്റ് ട്രൂ ഐഡന്റിറ്റി. അതിന്റെ 49-ാം വാക്യം ഒന്ന് വായിച്ചേ. നഥാനിയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. ഒരു സംശയത്തോടെയാണ് വന്നത്. കാരണം ഈ നസ്രയത്ത് എന്നൊക്കെ വളരെ ചെറിയൊരു പട്ടണം. എല്ലാവരും സംശയിച്ചു, നസ്രയത്തിൽ നിന്നൊക്കെ ആര് വരാനാ, നസ്രയത്തിൽ നിന്ന് മശിഹ വരുമോ, നസ്രയത്തിൽ നിന്ന് മോശയും പ്രവാചകന്മാരും പറഞ്ഞവൻ വന്നോ എന്നൊക്കെ ആരും സംശയിച്ചു പോകുന്നു. അവൻ അത് തുറന്നു പറഞ്ഞു. പക്ഷെ യേശുവിനെ വന്ന് കണ്ട് യേശുവിൻ്റെ ഒരു വാക്ക് കേട്ട പിന്നെ അവൻ പറയുന്ന ഒരു കാര്യമാണ്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. യു ആർ ദ കിങ്, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ കിങ്. ഇങ്ങനൊരു വാക്ക് എനിക്ക് തോന്നുന്നു മറ്റൊരു വ്യക്തിയും ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശു ഒരു ഞൊടിയിടയ്ക്ക് അവൻ്റെ ചിന്തകൾ മാറ്റി, അവൻ്റെ ജീവിതം മാറ്റി. കർത്താവിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യനായി തീർന്നു നഥാനിയേൽ. ഈ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അടുത്തത് പറയുന്നുണ്ട്, നീ അത്തിയുടെ വൃക്ഷത്തിന് കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നുവോ, ഇതിനേക്കാൾ വലിയത് നീ കാണും. നമ്മുടെ വിശ്വാസം ഓൾവേസ് ഓപ്പൺസ് ഡോർസ് ടു ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗ്രേറ്റർ റെവലേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് വിത്ത് ഗോഡ്. നമ്മുടെ വിശ്വാസം എത്രമാത്രം വർദ്ധിക്കുന്നു, അത്രമാത്രം ഈ കർത്താവിലുള്ള റെവലേഷൻ, കർത്താവിലുള്ള എക്സ്പീരിയൻസസ്, എൻകൗണ്ടേഴ്സ് എല്ലാം വർദ്ധിക്കും. യേശു പറയും, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. ഈ കർത്താവിന്റെ ശിഷ്യൻ തൻ്റെ അവസാനം വരെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നു. നമ്മളെല്ലാം പറയുന്നു തോമസ് ഇന്ത്യയിൽ വന്നു, പക്ഷെ ഇദ്ദേഹവും ഇന്ത്യയിൽ വന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അർമേനിയയിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. യൂറോപ്പിലും മറ്റുള്ള ഏഷ്യയിലെ പല സ്ഥലങ്ങളിലും എല്ലാം ട്രാവൽ ചെയ്ത് സുവിശേഷം പറഞ്ഞു, കർത്താവിനെ അറിയിച്ചു. അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി ഹി വാസ് ഓൾസോ ലൈക്ക് മോസ്റ്റ് ഓഫ് ദി അതർ അപ്പോസ്റ്റോൾസ്, ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്, ഹി വാസ് ഓൾസോ മാറ്റഡ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നഥാനിയേലിന്റെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പച്ചയായ ഒരു മനുഷ്യനായി കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. ദൈവം നമ്മുടെ സകലവും അറിയുന്നു. ഹി വാല്യൂസ് ഹോണസ്റ്റി, സിൻസിയറിറ്റി. ദൈവത്തിന് സത്യസന്ധരായ വ്യക്തികളെ ഇഷ്ടമാണ്. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ മുമ്പാകെ ആ സംശയം പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ വാ. ഹി ലവ്സ് ദാറ്റ് മോർ ദാൻ ഹിപ്പോക്രസി. പുതിയ നിയമം വായിച്ച പ്രകാരം വിഗ്രഹാരാധന വലിയ പാപമാണ്. അതേ ഗ്രേഡിൽ തന്നെ നിർത്താൻ കഴിയുന്ന പാപമാണ് ഹിപ്പോക്രസി. ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് ഹിപ്പോക്രസി. ഗോഡ് ഹേറ്റ്സ് ഹിപ്പോക്രറ്റ്സ്. യേശു എതിർത്ത് നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഹിപ്പോക്രറ്റ്സിനോടാണ്. ബാക്കി സാധാരണ ജനത്തോടെ യേശുവിൻ്റെ വാക്കുകളെല്ലാം ലാവണ്യത്തോടെ, ഇറ്റ്സ് ലൈക്ക് ഹണി, ലാവണ്യത്തോടുള്ള വാക്കുകൾ, ജ്ഞാനത്തോടുള്ള വാക്കുകൾ, ഹല്ലേലൂയ, സ്തോത്രം ആയിരുന്നു നമുക്ക് കാണാൻ കഴിയും. കം ടു ജീസസ്. Hallelujah. He will transform your doubts into faith. യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ He will reveals greater things in your life. ഒരു ലൈഫ് ലോങ് ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ ഒരു നഥാനിയേലിനെ പോലെ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകം ഫേസ്ബുക്കിൽ, നിങ്ങളുടെ വാട്സപ്പിൽ, ഇപ്പോൾ തന്നെ വാട്സപ്പിൽ പല ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പഠനമാണ്, ഒരു തുടർമാനമായൊരു പഠനമാണ്. ഇനിയും മറ്റൊരു ശിഷ്യൻ്റെ ജീവിത പാഠവുമായി നിങ്ങളുടെ മുമ്പാകെ വേഗത്തിൽ തന്നെ കടന്നു വരുന്നു. ഗോഡ് ബ്ലെസ് യു.